ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനുള്ളത് ഇന്നിപ്പോൾ വീണ്ടും ഒരു കാസിൻ്റെ വാച്ച് ഇത് നമ്മുടെ കളക്ഷൻക്ക് മേടിച്ചൊരു വാച്ചാണ്. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അൺബോക്സിങ്ങും അതിൻ്റെ പോലെ ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞാൽ നമ്മൾ അതിനൊരു വാച്ച് ഇട്ടിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അത് എനിക്ക് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വാച്ചാണ്. പക്ഷേ ഇത് നമ്മുടെ ഒഫീഷ്യലായിട്ട് നമ്മുടെ കളക്ഷന് വേണ്ടി എടുക്കുന്ന വാച്ചാണ്. അപ്പോൾ ഇത് എന്താണ് എങ്ങനെയാണെന്നുള്ളതും പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സ്, പ്രൈസ്, ഏത് കളറാണ്, എത്ര കളർ ഇതിൽ അവൈലബിൾ ഉണ്ട് എന്നൊക്കെയുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ എന്തായാലും ഫുള്ള് വീഡിയോ കാണാം. ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ള് കാണാം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ബെല്ലൈക്കൻ അമർത്തുക, നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട്. നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് റിവീൽ ചെയ്യാൻ പോകുന്ന വാച്ച് കാസിൻ്റെ ആണ്. ഇത് നമ്മുടെ കളക്ഷനിലാണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഇതാണ് നമ്മുടെ വാച്ച്, കാണുന്ന വാച്ച് ഉണ്ടോ. ഇപ്പോൾ ഒരു ഗ്ലേസിങ് ഉണ്ട്. നമുക്കിതൊന്ന് ബോക്സിൽ നിന്ന് എടുക്കാം. ഓക്കെ, ബോക്സാണ് മാറ്റിയേക്കാം, കാര്യങ്ങളൊക്കെ മാറ്റിയേക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൻ്റെ ഇപ്പം പഴയ പോലെ ഒരു വാറൻറ്റി കാർഡാണ്. എപ്പോൾ മേടിച്ചോ അതൊന്നും നമുക്ക് ആവശ്യമില്ല. നമ്മുടെ മെയിൻ സാധനം വാച്ചാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ വാച്ച്. ഈ വാച്ചിൻ്റെ ഒരു മോഡൽ നെയിം പറയുന്നത് കാസിയോ DBC32 എന്നുള്ളൊരു മോഡലാണ്. അപ്പോൾ ഇതുമായി ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതെന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ഒഴിവാക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ പറഞ്ഞ വാച്ച് DBC, അതായത് കാസിയോൻ്റെ DBC32 എന്നുള്ളൊരു മോഡൽ വാച്ചാണ് ഇതുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നുള്ളതൊക്കെ നമുക്ക് വ്യക്തമായി പറയാം. ആദ്യം ഇത് എന്ത് മെറ്റീരിയലാണ്, എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്, അതിൻ്റെ ഫങ്ഷൻസ് എന്താണെന്നൊക്കെ നമുക്ക് കിടക്കാം. അപ്പോൾ ഈ മോഡലിൽ മെയിനായിട്ട് വേണ്ടത് ഇതിൻ്റെ കേസാണ്. ഇതിൻ്റെ കേസും അതേപോലെ തന്നെ ഇതിൻ്റെ ബാൻഡും, ഇത് രണ്ടും ഉണ്ടാക്കിയിരിക്കുന്നത് റെസിനാണ്. റെസിൻ പ്ലാസ്റ്റിക്കും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. റെസിൻ കേസാണ് ഇതിൽ വരുന്നത്. അതേപോലെ ഇതിൽ നിങ്ങൾക്ക് മറ്റു വാച്ചുകളിൽ നിന്ന് വ്യത്യസ്തമായി തോന്നാൻ കാരണം ഇതിൽ ഒരുപാട് സ്വിച്ചസ് ഉണ്ട്. അപ്പോൾ അത് തന്നെ മനസ്സിലാവും ഒരു ക്ലാസിക് റെട്രോ ടൈപ്പ് മറ്റേ നമ്മുടെ കാൽക്കുലേറ്റർ വാച്ച് എന്നൊക്കെ അറിയപ്പെടും ഈ വാച്ച്. ഈ DBC32 എന്ന് അതിനെക്കാട്ടിലും ഒന്നുകൂടി അറിയപ്പെടുക കാൽക്കുലേറ്റർ വാച്ച് എന്നാണ് ഇതിന് അറിയപ്പെടൽ. പിന്നെ ഇതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റി പറയാം. ഇതിൽ അത്യാവശ്യം തെറ്റില്ലാത്തൊരു ക്വാളിറ്റി റെസിൻ പ്ലാസ്റ്റിക്കാണ് ഉപയോഗിച്ചിരുന്നത്. റെസിൻ റബ്ബറും അതേപോലെ കേസ് വരുന്നത് റെസിൻ പ്ലാസ്റ്റിക്കുമാണ്. ഇതിൻ്റെ ഡിസൈൻ കണ്ടോ, സ്ട്രാപ്പിൻ്റെ ഡിസൈനൊക്കെ ഇതൊരു കർവി ആയിട്ടുള്ള ഡിസൈനാണ് ഇതിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു കർവ് വരുന്നുണ്ട്, അതായത് ഈ വാഷിങ്ങനെ ഒരു കർവ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബാൻഡിനും അതേപോലെ ചെറിയൊരു ബെൻഡ് വരുന്ന രീതിക്കാണ് ഇവിടുത്തെ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് പറയാനുള്ളത് ഈ വാച്ചിൻ്റെ ഒരു സൈസിനെ പറ്റിയിട്ടാണ്. ഇതിൻ്റെ സൈസ് വരുന്നത്, ഇതിൻ്റെ ലെഗ് ടു ലെഗ് വരുന്നത് 50.4 mm ആണ്. അതേപോലെ ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്, അതായത് ഈ തിക്നെസ് വരുന്നത് നമുക്ക് ഏകദേശം 12 mm. ഇതിൻ്റെ കനം വരുന്നത് 12 mm ആണ്. അതേപോലെ ഇതിൻ്റെ ഒരു വിഡ്ത്ത് വരുന്നത് നമുക്ക് 37.4 ആണ്. അതായത് 37.4 mm വിഡ്ത്തും അതേപോലെ ലെഗ് ടു ലെഗ് വരുന്നത് 50.4 mm. അതേപോലെ ഇതിൻ്റെ ഒരു തിക്നെസ് വരുന്നത് 12 mm ആണ്. ഇതിൻ്റെ ഒരു വെയിറ്റ് എന്ന് പറയാൻ 34 ഗ്രാമാണ് ഈ വാച്ചിൻ്റെ ടോട്ടൽ വെയിറ്റ്. പക്ഷേ ക്വാളിറ്റി ഓക്കെയാണ്. നമ്മൾ കഴിഞ്ഞ വാച്ച് ഇതുപോലെ റഫ് ആൻഡ് ടഫ് സാധനമല്ല. പിന്നെ അതേപോലെ തന്നെ വാട്ടർ റെസിസ്റ്റൻസ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെ അതേപോലെ ഇതിൻ്റെ ബക്കിളുണ്ടോ, അതായത് നമ്മൾ ക്ലിപ്പ് ചെയ്യുന്ന ഇതൊക്കെ കുഴപ്പമില്ലാത്തൊരു സാധനമാണ്. പക്ഷേ പ്ലാസ്റ്റിക്കാണിത്. ഇതിൽ കാസിൻ്റെ ഒരു ബ്രാൻഡിങ് ഉണ്ട്. അതേപോലെ തന്നെ ബാക്കിലായിട്ട് സിമ്പിൾ ഡിസൈനാണ്, ഗ്രിപ്പോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. അതേപോലെ ഫ്രണ്ടിൽ കുറച്ച് ഹോൾസും ഇങ്ങനത്തെ ഒരു ഡിസൈനുമാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതേപോലെ ബാക്കിൽ ഈ കാണുന്ന ഒരു ഭാഗം സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, ഇതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളും. അതായത് കറക്റ്റായി കാണുന്നതെന്ന് അറിയില്ല. ടെലിമെമ്മോ 25 അതെന്താണെന്നൊക്കെ നമുക്ക് പിന്നീട് പറയാം ഈ വീഡിയോ തന്നെ. അപ്പോൾ അതേപോലെ തന്നെ 5 മൾട്ടി ഫങ്ഷൻ അലാം ഉണ്ട്. അതേപോലെ കാൽക്കുലേറ്റർ ഉണ്ട്. അതേപോലെ ഡുവൽ ടൈം ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കാസിയോൻ്റെ ഒരു ബ്രാൻഡിങ് ഉണ്ട്. അതേപോലെ അതിൽ നമ്മുടെ ഈ വാച്ചിൻ്റെ മോഡൽ നമ്പറായ DBC32 എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗം സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് അതും മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ വേറൊരു പ്രത്യേകത എന്ന് പറയാനുള്ളത്, ഇതിൽ 13 ലാംഗ്വേജുകൾ നമുക്ക് നമ്മുടെ ഡേയ്സ് നമുക്ക് 13 ലാംഗ്വേജുകളിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇംഗ്ലീഷ്, പോർച്ചുഗീസ്, സ്പാനിഷ്, പോളിഷ്, റൊമാനിയൻ,
അതേപോലെ തന്നെ ഫ്രഞ്ച്, ഡച്ച്, ജർമ്മൻ, ഇറ്റാലിയൻ, സ്വീഡിഷ്, ടർക്കിഷ്, റഷ്യൻ, ഡാനിഷ് എന്നിങ്ങനെ 13 ലാംഗ്വേജുകൾ നമുക്ക് ഇതിൽ ഡേയ്സ് നമുക്ക് ആ ലാംഗ്വേജുകളിൽ സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രത്യേകത കൂടി ഈ വാച്ചിൽ നിന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ക്രീനിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതായത് നമ്മുടെ വീക്ക് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്, അതേപോലെ ടൈം കാണിക്കുന്നുണ്ട്, ഡേറ്റ് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ കാണുന്നുണ്ട് 3 സ്ക്രീനിൻ്റെ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് 3 ഓപ്ഷൻസ് ഉണ്ട്. ഓട്ടോ ലൈറ്റ്, 3 സെക്കൻഡ്, മ്യൂട്ട്. അതൊക്കെ ഇതിൻ്റെ ഒരു ഫംഗ്ഷനാണ്. അതിൻ്റെയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഷോർട്ട് ചെയ്യാം. അതായത് ഇതിൽ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ഇതിൽ എന്തൊക്കെ ഫംഗ്ഷൻസ് കാര്യങ്ങളുണ്ട് ഈ വാച്ചിൻ്റെ ഒരു ഇതാണ് നമ്മൾ ഇതിൽ കാണിക്കുന്നത്. പിന്നെ ഇതിൽ പറയുന്നത് നമുക്ക് അതുണ്ടോ നമ്മുടെ അഡ്ജസ്റ്റ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ DB എന്നുള്ളൊരു ഓപ്ഷൻ വരും. ഇതാണ് നമ്മുടെ ടെലിമെമ്മോ. ഇതിൽ നമുക്ക് പറയുന്നത് ഏകദേശം 8 ക്യാരക്ടർ ഉപയോഗിക്കാൻ പറ്റുന്ന 8 ക്യാരക്ടർ, അതായത് 8 ആൽഫബറ്റ് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ എന്താണെന്നൊക്കെ നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം. ഇതിൽ ടെലിമെമ്മോ എന്ന് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. അതായത് അത് 25 നമ്പർ സേവ് ചെയ്യാനും സാധിക്കും. അതേപോലെ തന്നെ ഓരോ പേരും അതിന് ഓരോ നമ്പറായിട്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഈ മുകളിൽ കാണുന്ന ആ ഭാഗത്ത് നമുക്ക് 8 ക്യാരക്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് പേര് എഴുതാൻ സാധിക്കും. അതേപോലെ തന്നെ അടിയിൽ നമുക്ക് ഏകദേശം 15 ഡിജിറ്റുള്ള നമ്പറുകൾ ആഡ് ചെയ്യാൻ കഴിയുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതാണ് ടെലിമെമ്മോ. അത് എങ്ങനെ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. ഇതിപ്പോൾ വാച്ച് എന്താണെന്ന് എങ്ങനെ ഈ വാച്ചിൻ്റെ ഒരു ഫങ്ഷൻസാണ് ഞാൻ പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ അടുത്തത് കാൽക്കുലേറ്ററാണ്. നമുക്ക് 8 ഡിജിറ്റ് വരെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 8 ഡിജിറ്റോളം നമുക്ക് ഇതിൽ കാൽക്കുലേറ്ററിൽ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അതേപോലെ തന്നെ ഇതിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഈ സെർച്ച് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ X എന്ന് എഴുതിയിട്ടുള്ള ഒരു ഓപ്ഷൻ വരും. ഇത് വേണം ഒരു എക്സ്ചേഞ്ച് റേറ്റ്. ഇപ്പോൾ ഞാനിപ്പോൾ ഖത്തറിലാണ് പണിയെടുക്കുന്നത്. അപ്പോൾ ഖത്തറിൽ ഇപ്പോൾ ഒരു റിയാലിന് ഏകദേശം 23 രൂപയോളം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ 23 രൂപ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ചിലവാക്കുന്ന റിയാൽ അല്ലെങ്കിൽ നാട്ടിലെ 23 രൂപ ഇതിൽ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാട്ടിൽ നമ്മളിവിടെ എത്ര രൂപ ചിലവാക്കണം അത് നമുക്ക് ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു വട്ടം സേവ് ചെയ്ത് വെച്ചാൽ മതി. ഇതിങ്ങനെ സേവ് ചെയ്ത് ക്യാൻസലാക്കാനൊക്കെ പറ്റും. അതിൻ്റെ ഓപ്ഷൻസും ഫംഗ്ഷൻസും എങ്ങനെ വർക്ക് ചെയ്യുക എന്നുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം. പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോന്ന് അറിയില്ല, നമ്മൾ ഓരോ വട്ടം ഓരോ മോഡുകൾ മാറ്റുമ്പോഴും ഇവിടെ ആ ടൈം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. ടൈം ഇങ്ങനെ കറക്റ്റായി കാണിച്ചുകൊണ്ടിരിക്കും സബ്ബായിട്ട്. പിന്നെ അതേപോലെ തന്നെയാണ് ഓരോ ഓപ്ഷൻ DB, ഇപ്പോൾ അത് പറഞ്ഞ പോലെ ഡാറ്റ ബാങ്ക്, അതേപോലെ കാൽക്കുലേറ്റർ, അലാം. ഇത് നമുക്ക് 5 സെപ്പറേറ്റ് അലാം സെറ്റ് ചെയ്യാം. നേരത്തെ കണ്ടതുപോലെ തന്നെ ടൈം ഇപ്പോഴും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതും പോണില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ അതേപോലെ സ്റ്റോപ്പ് വാച്ച് ഉണ്ട്. അതേപോലെ ഡുവൽ ടൈം. ഇതാണ് ഡുവൽ ടൈമിൻ്റെ ഒരു ഡുവൽ ടൈം. അതായത് നമുക്ക് നമ്മുടെ ഹോം കൺട്രീൻ്റെയും നമ്മൾ നിൽക്കുന്ന കൺട്രീൻ്റെയും ഒരേ ടൈമിൽ നമുക്ക് ടൈം കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൽ കാണിക്കുന്നത്. ഇതിൽ സമയം ഇപ്പോൾ തെറ്റാണ്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാണ്ട് ശരിയാക്കാണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇതിലുള്ള കലണ്ടറിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 2099 വരെ നമുക്കൊന്നും ചെയ്യണ്ട. 2099 വരെയുള്ള കലണ്ടർ ഇതിൽ സെറ്റാണ്. നമ്മളിപ്പോൾ ഈ വാച്ചിൽ കലണ്ടർ തെറ്റായിട്ടാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. കാരണം എന്താ പറയുക, നമ്മളുണ്ടാക്കിയപ്പോൾ നമ്മൾ ഓരോ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേരിയേഷനാണ്. ഇതൊക്കെ സെറ്റാക്കാണ്ട് ഞാൻ പറഞ്ഞ പോലെ ടൈം സെറ്റ് ചെയ്യാണ്ട് ഡേറ്റൊക്കെ സെറ്റ് ചെയ്യാണ്ട്. പക്ഷേ 2099 വരെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ കലണ്ടറിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല 2099 വരെ. അതേപോലെ തന്നെ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ 10 ഇയർ ബാറ്ററി വാറൻറ്റി ഉണ്ട്. നമ്മുടെ CR2025 എന്നുള്ള ബാറ്ററിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇത് എത്രത്തോളം ആക്യുറസി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ±30, അതായത് പെർ മന്തിൽ ±30 സെക്കൻഡിൻ്റെ ഒരു മാറ്റം കാണാൻ സാധിക്കും ഇതിൽ. അത് കഴിഞ്ഞ വാച്ചിൽ ചെയ്തപ്പോൾ ഞാനത് വിട്ടു പറയാൻ. അതിൽ ഇതേപോലെ തന്നെ ±13 പെർ മന്താണ് എൻ്റെ ഒരു ആക്യുറസി എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ വാച്ച് കിട്ടിയപ്പോൾ ഒരു കാണുന്ന ലുക്കാണിത്. അതായത് ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞത് ചെറിയൊരു കൈയാണ് എൻ്റെ. അതിൽ കെട്ടിയപ്പോഴും വലിയ ബോറായിട്ടൊന്നും തോന്നുന്നില്ല. അത്രയും ഒരു വെറൈറ്റിയാണ്. നമുക്ക് എവിടെ പോയാലും നമ്മുടെ കയ്യിലേക്ക് നോക്കുമ്പോൾ ഒരു വെറൈറ്റി ലുക്കാണ് ഈ വാച്ചിന് കിട്ടുന്നത്. അതേപോലെ തന്നെ ഇതിൽ വേറൊരു ഫംഗ്ഷനും കൂടി ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ ഓട്ടോ ലൈറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കണ്ടോ, ആ ഓട്ടോ ലൈറ്റ് ഓപ്ഷൻ ഓണാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിന് 3 സെക്കൻഡ് അടിയിൽ കണ്ടോ ഒരു കുത്ത് വന്നിരിക്കുന്നത്. അത് നമുക്ക് ഓട്ടോ ലൈറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ആക്കാം. അപ്പോൾ വെളിച്ചുള്ളത് കൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. അത് പിന്നീടൊക്കെ നമുക്ക് ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ അതായത് ഷോർട്സ് ആയിട്ടൊക്കെ നമുക്ക് ഇതിൽ കാണിക്കാം. അപ്പോൾ ഇതിലെന്താ പ്രത്യേകത കഴിഞ്ഞാൽ ഈ ഓട്ടോ ലൈറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഓണാക്കി കഴിഞ്ഞാൽ നമ്മൾ അഥവാ നമ്മൾ തൂക്കിയിട്ട കൈ നമ്മൾ ഇങ്ങനെ തുറക്കുമ്പോൾ, അതായത് ഇങ്ങനെ സമയം നോക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി 3 സെക്കൻഡോളം 1.5 സെക്കൻഡാണ് അതിൻ്റെ നോർമൽ ടൈം. ഈ 3 സെക്കൻഡ് എന്നുള്ളത് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ 3 സെക്കൻഡ് വരെ നമ്മൾ ലൈറ്റ് ഇങ്ങനെ നമ്മൾ കൈ ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ലൈറ്റ് കത്തും എന്നുള്ളതാണ് ഓട്ടോ ലൈറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ്റെ പ്രത്യേകത. അതെങ്ങനെ ആക്റ്റീവ് ആക്കുക എന്നുള്ളതൊക്കെ നമുക്ക് നമ്മുടെ വീഡിയോയിലൂടെ കാണിച്ചു തരാം. മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണിച്ചു തരാം.
അതൊരു ഫംഗ്ഷനാണ്. പക്ഷേ അങ്ങനെ ആക്കുമ്പോൾ നമുക്ക് 10 ഇയറോളം ബാറ്ററി ലൈഫ് കിട്ടുമോ എന്നുള്ളത് അറിയില്ല. കാരണം അത് നമ്മൾ എപ്പോഴും നമ്മളിങ്ങനെ കൈ ഇങ്ങനെ പൊക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിങ്ങനെ ആക്റ്റീവ് ആവും. പിന്നെ അതേപോലെ തന്നെ ഈ ഓട്ടോ ലൈറ്റ് എന്നുള്ളൊരു ഓപ്ഷന് 6 മണിക്കൂറോളമാണ് ലൈഫുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് സെറ്റ് ചെയ്യണം. അതായത് ഈ ഓട്ടോ ലൈറ്റ് എന്നുള്ള ഓപ്ഷൻ പിന്നെ നമ്മൾ ഓൺ ആക്കണം. 6 മണിക്കൂർ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഡിസ്കണക്റ്റ് ആവും. ആ ഒരു ഫംഗ്ഷന് ഡിസ്കണ്ടിന്യൂ ആവും. അപ്പോൾ അതാണ് ഈ വാച്ചിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കാസിയോ DBC 32 എന്നുള്ള വാച്ചിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ ഇതിൻ്റെ വിലയിലേക്ക് കടക്കാം. ഏകദേശം എനിക്ക് ഇവിടെ ഖത്തറിലാണ് ഞാനുള്ളത്. ഖത്തറിൽ ഏകദേശം 180 റിയാലോളം അല്ലെങ്കിൽ 190 റിയാലോളം ഏകദേശം വരുന്നുണ്ട്. അത് പല ഷോപ്പുകളിലും പല ഓഫറുകളും ഇടുമ്പോൾ അല്ലെങ്കിൽ അവൻ്റെ ഓഫറിനനുസരിച്ച് കൂടും കുറയൊക്കെ ചെയ്യും. പക്ഷേ എന്നാലും ഒരു മാർക്കറ്റ് പ്രൈസ് പറയുന്നത് 190-200 ഉള്ളിലാണ്. പിന്നെ അതേപോലെ തന്നെ നാട്ടിൽ നോക്കിയപ്പോൾ ഏകദേശം 3100 ആ റേഞ്ച് വരുന്നുണ്ട്. ഇവിടെ എടുക്കുമ്പോൾ കുറച്ച് എക്സ്പെൻസീവായി എനിക്ക് തോന്നി. മറ്റ് നാട്ടിലാകുമ്പോൾ പല ഓഫറുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ അങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇത് കുഴപ്പമില്ലാത്തൊരു വാച്ചാണ്. അപ്പോൾ നമ്മുടെ കളക്ഷനിൽ ഇത് 3ാമത്തെ വാച്ചാണ്. ഇതിന് മുന്നേ തന്നെ നമ്മൾ AE 1200 എന്നുള്ളൊരു മോഡലും അതേപോലെ തന്നെ MRW 200 എന്നുള്ളൊരു മോഡലും നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഇതപ്പോൾ എൻ്റെ 3ാമത്തെ കളക്ഷനാണ്. കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ കണ്ടത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വാച്ചാണ്. നമ്മൾ കളക്ഷനിൽ ആഡ് ചെയ്തിട്ടില്ല. എന്തായാലും മറ്റൊരു വാച്ച് ഞാൻ എന്തായാലും നോക്കട്ടെ. നല്ലൊരു വെറൈറ്റി വാച്ചാണ് ഞാൻ നോക്കേണ്ടത് കാസിയോൻ്റെ. നിങ്ങൾക്ക് സജഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റിൽ ഇട്ടിട്ട് അറിയിക്കാം. അപ്പോൾ നമുക്ക് ഓക്കെ ആണെങ്കിൽ എടുക്കാം. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ കളറ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല മുന്നേ. അപ്പോൾ ഇതിൽ ഈ ഒരു ബ്ലാക്ക് കളർ ഉണ്ട്. അതേപോലെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു കളർ വരുന്നുണ്ട്. പിന്നെ ഒരു ഗോൾഡൻ ടൈപ്പ് കളർ വരുന്നുണ്ട് തോന്നുന്നു. ഞാൻ എന്തായാലും അതിൻ്റെ ഫോട്ടോസ് എന്തായാലും ഇവിടെ ആഡ് ചെയ്യുക. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ വ്യത്യസ്തമായ വീഡിയോസുമായി ഞാൻ വീണ്ടും വരും. വ്യത്യസ്ത വാച്ചുകളായിട്ടും വ്യത്യസ്ത കണ്ടൻറ്റുമായിട്ട് ഞാൻ വരും. അപ്പോൾ നമ്മുടെ ചാനലിന് ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ഏത് വാച്ച് എടുക്കണം എന്നുള്ളത് നിങ്ങൾ പറയുക. അപ്പോൾ നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാം എടുക്കാൻ. അപ്പോൾ അടുത്ത വീഡിയോസുമായി വരുന്നത് സ്റ്റേ ട്യൂൺ ആൻഡ് ഗുഡ് ബൈ.